ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേക ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ ദിവ്യത്വവും ആത്മീയ ഊർജവും പുനരുജ്ജീവനം ചെയ്യുന്നതിനുള്ള ചടങ്ങുകളാണ് മഹാകുംഭാഭിഷേകം. ശാലിനിയിലേക്ക് പോകുന്നു. ശാലിനി, പറയൂ. രോഹിണി സൂചിപ്പിച്ചതുപോലെ മഹാകുംഭാഭിഷേക ചടങ്ങ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രണ്ടാമത്തെ കുംഭം, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കുംഭങ്ങളാണ് ഉള്ളത്. അതിലെ മൂന്നാമത്തെ താഴികക്കുടമായിട്ടുള്ള കുംഭത്തിലേക്ക് അഭിഷേകം നടത്തുന്ന അല്ലെങ്കിൽ അതിന്റെ ആറാട്ട് നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുംഭം ആറാടുകയാണ് എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും ഈ ഘട്ടത്തിൽ. 275 വർഷങ്ങൾക്ക് ശേഷം ഒരു പുണ്യപുരാതനമായ ചരിത്രം ഒരുപാട് ഉറങ്ങുന്ന ഒരു പുണ്യക്ഷേത്രത്തിൽ അങ്ങനെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കർമ്മികൾ, ഒപ്പം തന്നെ ക്ഷേത്രസ്ഥാനി അടക്കമുള്ളവർ ആ ഒരു ചടങ്ങിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ മുതൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2-ാം തീയതി, ഈ മാസം 2-ാം തീയതി ആരംഭിച്ച വിശേഷാൽ ചടങ്ങുകൾ, മണ്ണുനീരൽ കോരലടക്കമുള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ചാണ് ഇന്ന് 8-ാം തീയതി അതിൻ്റെ കുംഭാഭിഷേക ചടങ്ങിലേക്ക് ക്ഷേത്രം കടക്കുന്നത്, എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെയോട് കൂടി അഷ്ടബന്ധ കലശമടക്കമുള്ള ചടങ്ങുകളുണ്ട്. അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകോവിലായിട്ടുള്ള പത്മനാഭസ്വാമി അനന്തശയനത്തിൽ കിടക്കുന്ന അനന്തശയനത്തിൽ അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിലുള്ള വിശ്വക്സേന പ്രതിഷ്ഠ പുനർനിർമ്മാണം നടത്തി കടുശർക്കര യോഗത്തിൽ പുനർനിർമ്മിച്ചതിൻ്റെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തീകരിച്ചിരുന്നു. ആ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്കും ശേഷമാണ് ഈ കുംഭാഭിഷേക ചടങ്ങുകൾ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുകളിലായി തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക കുംഭങ്ങളിൽ പ്രത്യേക സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ രീതിയിലുള്ളൊരു ആഘോഷമായിട്ട് തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഭരണസമിതി ഈ ഒരു ചടങ്ങിനെ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്ര തൃപ്പടിദാനം നടക്കുന്നത് 1750-ലാണ്. ആ ഒരു വർഷത്തിന് ശേഷം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൃപ്പടിദാനം നടത്തിയതിന് ശേഷം നീണ്ട വർഷങ്ങൾ, 2.5 പതിറ്റാണ്ട് എന്ന് പറയുന്നത് ചെറിയൊരു കാലമല്ല. ആ ഒരു നൂറ്റാണ്ടിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങായി, നൂറ്റാണ്ടിലെ തന്നെ ഒരു വിശേഷപ്പെട്ട ചടങ്ങായി മഹാകുംഭാഭിഷേകം അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്ഷേത്ര ശ്രീകോവിലിൻ്റെ വാതിലുകൾ അടക്കം പുനർനിർമ്മിച്ചുകൊണ്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളും ക്ഷേത്രത്തിൽ നടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ മാത്രം ഒരു ഐശ്വര്യം എന്നതിനപ്പുറം നാടിൻ്റെ അനന്തപുരിയുടെ ഒക്കെ ഒരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള വിശേഷാൽ ചടങ്ങുകൾ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ദിവ്യത്വം വർദ്ധിപ്പിക്കുക, ആത്മീയയും ഊർജ്ജവും പുനരുജ്ജീവനം ചെയ്യുന്നതിനുള്ള മഹാകുംഭാഭിഷേകമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കർമ്മികളെല്ലാം തന്നെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുകളിലായിട്ടുണ്ട്. ദിവസങ്ങൾ നീണ്ട യജ്ഞങ്ങൾ, ദിവസങ്ങൾ നീണ്ട പരിപാടികൾ, ദിവസങ്ങൾ നീണ്ട പൂജകൾ, ഇതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ ഒരു ചടങ്ങുകൾ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 7-നാണ് ക്ഷേത്രസ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ ചെമ്പകത്തട്ടിൻമൂട്ടിൽ നിന്ന് ശ്രീവേലിപ്പുര വഴി തിരുവമ്പാടിയിലെത്തിയത്. അതിനുശേഷം അവിടെ നിന്ന് അഷ്ടബന്ധ കലശം നടത്തി. അഷ്ടബന്ധ കലശവും ഈ ഒരു മഹാകുംഭാഭിഷേകത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അങ്ങനെ ആ അഷ്ടബന്ധ കലശത്തിന് ശേഷം ശ്രീകോവിലിന് സമീപത്തെ വിശ്വക്സേന പ്രതിഷ്ഠ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പത്മനാഭസ്വാമിയുടെ കാൽപാദത്തിൻ്റെ ഭാഗത്തായിട്ട് 3-ാമത്തെ വാതിലിന് സമീപത്തുള്ള ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വിഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ വിശ്വക്സേന, അത് ക്ഷേത്രത്തിൻ്റെ കാവലാൾ ആയിട്ടുള്ള പത്മനാഭൻ്റെ ദാസൻ എന്നതിനപ്പുറം ഒരു നമ്മൾ പറയപ്പെടുകയാണെങ്കിൽ ചരിത്രവും ഐതിഹ്യവും ഒക്കെ പറയുന്നത് ക്ഷേത്രത്തിൻ്റെ കണക്കപ്പിള്ള എന്നൊക്കെയാണ്. ക്ഷേത്രത്തിൻ്റെ കണക്കുകളൊക്കെ അദ്ദേഹത്തിനെ ധരിപ്പിക്കണം ദിവസവും എന്നുള്ളതാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഗ്രഹമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠയാണ്. ആ പ്രതിഷ്ഠയ്ക്ക് ചില കേടുപാടുകളൊക്കെ കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്ര ഭരണസമിതി തീരുമാനിച്ചു അത് വീണ്ടും പുനർനിർമ്മിക്കണം എന്നുള്ളത്. അങ്ങനെ വിശേഷാൽപ്പെട്ട ഒരു ശില്പിയടക്കം കൊണ്ടുവന്ന്, കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹമാണ്. ആ വിഗ്രഹം പണിയണമെങ്കിൽ അല്ലെങ്കിൽ അത് പുനർനിർമ്മിക്കണമെങ്കിൽ അത്രയും കാര്യപ്രാപ്തിയുള്ളൊരു ശില്പി തന്നെ വേണം. അങ്ങനെ ഒരു ശില്പി എത്തുകയും ആ ശില്പിയെ കൊണ്ട് അത് പുനർനിർമ്മിച്ച് കടിശർക്കര യോഗത്തിൽ പുനർനിർമ്മിച്ച് ഇന്ന് പുനഃപ്രതിഷ്ഠ നടത്തിയിരിക്കുകയാണ്. അതിനുശേഷമാണ് ശ്രീകോവിലിൻ്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ച 3 താഴികക്കുടങ്ങളിലും കലശങ്ങൾ ആറാടുന്നത്. ആ കലശങ്ങൾ ആടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇവിടെ എത്തി ഈ ദൃശ്യങ്ങൾ തത്സമയം കാണാൻ കഴിയാത്ത പ്രേക്ഷകരുണ്ട്. ഒപ്പം തന്നെ ശ്രീകോവിലിനുള്ളിൽ കയറി ഇത് കാണാൻ കഴിയാത്ത ആളുകളുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ നിന്നത് കാണാൻ കഴിയാത്ത ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ക്ഷേത്ര ഭരണസമിതി വലിയ സ്ക്രീനൊക്കെ തയ്യാറാക്കി 4 നടകളിലും പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ജനം ടി-വിയും പ്രേക്ഷകരിലേക്ക് ഈ തത്സമയ ദൃശ്യങ്ങൾ, നൂറ്റാണ്ടിലെ തന്നെ ദൃശ്യങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് തത്സമയം അങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ താഴികക്കുടങ്ങളിലും 25 കിലോ വീതം ഞവര നെല്ല് നിറച്ചിട്ടുണ്ട്. ഈ സ്വർണ്ണ കുടങ്ങളിൽ അല്ലെങ്കിൽ സ്വർണ്ണ താഴികക്കുടങ്ങളിൽ നെല്ലുകളുണ്ട്. ഞവര നെല്ലാണ്. അത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ താഴികക്കുടങ്ങൾ വെക്കുമ്പോൾ ആ താഴികക്കുടങ്ങളിൽ ഉണ്ടായിരുന്ന നെല്ലാണ്. ആ നെല്ല് വീണ്ടും ഈ നവീകരണ പ്രവർത്തനങ്ങളുടെ
ഭാഗമായി പുറത്തെടുത്തതിന് ശേഷം ആ നെല്ല് പിന്നീട് മഹാബലിപുരത്ത്, തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് കൊണ്ടുവന്ന് പാകുകയും അത് വിത്താക്കി അത് മുളപ്പിച്ച് അതിൻ്റെ നെല്ല് കൊയ്ത് ആ നെല്ല് വീണ്ടും ഈ താഴികക്കുടങ്ങളിൽ 25 കിലോ വീതം ഈ 3 താഴികക്കുടങ്ങളിലും നിറച്ചിട്ടുണ്ട്. ആ നിറച്ചാണ് ഈ താഴികക്കുടങ്ങൾ ഇന്ന് ക്ഷേത്രത്തിന് സമർപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഈ ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നത്. എന്തായാലും ഒറ്റക്കൽ മണ്ഡപത്തിന് മുകളിൽ ഒരു താഴികക്കുടം നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഈ ഒറ്റക്കൽ മണ്ഡപത്തിന് മുകളിൽ ഏകദേശം 7 താഴികക്കുടങ്ങളാണ് ഉള്ളത്. അതേപോലെ തന്നെയുള്ള 3 താഴികക്കുടങ്ങൾ, 3 സ്വർണ്ണ താഴികക്കുടങ്ങളാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അനന്തശയനം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകോവിലിന് മുകളിലായി ഇന്ന് നിർമ്മിച്ച് അതിൻ്റെ ചടങ്ങുകൾ, താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ച് പൂജ ചെയ്ത് വിശേഷാൽ പൂജകളും ചടങ്ങുകളും പൂർത്തിയാക്കി ഇന്ന് ക്ഷേത്രത്തിന് സമർപ്പിക്കുന്നത്. ഒപ്പം തന്നെ കലശം നടത്തി അത് കുംഭാഭിഷേകം നടത്തി നാടിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. എന്തായാലും കേരളത്തിലൊരു ഇത്തരം മാതൃക അപൂർവങ്ങളിൽ അപൂർവമാണ്. ഒരുപക്ഷേ അനന്തപത്മനാഭന് മാത്രം, അനന്തപുരിക്ക് മാത്രം അവകാശപ്പെടുന്ന പൈതൃകവും ഒപ്പം തന്നെ വാസ്തുകലയും ഒക്കെയുള്ളൊരു ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ ചടങ്ങുകളും ഓരോ രീതിയിലുള്ള വിശേഷം നിറഞ്ഞതാണ്. ഒപ്പം തന്നെ അതിൽ വലിയ രീതിയിലുള്ള ചടങ്ങുകൾ ഉണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2-ാം തീയതി ഈ കലശവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ കുംഭാഭിഷേകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചടങ്ങുകൾ ആരംഭിക്കുന്ന സമയത്ത് മണ്ണുനീർ കോരലടക്കമുള്ള ചടങ്ങുകൾ അന്ന് നടന്നിരുന്നു. ക്ഷേത്രസ്ഥാനി, മുഖ്യസ്ഥാനി സ്വർണ്ണക്കുടവുമായി പടിഞ്ഞാറേ നടവഴി ഇറങ്ങി നേരെ മിത്രാനന്തപുരം ക്ഷേത്രത്തിന് സമീപത്തുള്ള കുളത്തിൽ പോയി മണ്ണും നീരും കോരി അത് ക്ഷേത്രത്തിനുള്ളിൽ കൊണ്ടുവന്ന് മറ്റ് താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകളും കലശങ്ങളും ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഇന്നിപ്പോൾ ദിവസങ്ങൾ നീണ്ടു നിന്ന ആഘോഷങ്ങൾക്കും ചടങ്ങുകൾക്കുമൊക്കെ ഈ കുംഭാഭിഷേകത്തോടു കൂടി ഒരു പരിസമാപ്തിയിലേക്ക് എത്താൻ പോകുന്നത്. പക്ഷേ ഇന്നത്തോടു കൂടി ഈ ഒരു കുംഭാഭിഷേക ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കുംഭാഭിഷേകത്തോടു കൂടി ഈ ക്ഷേത്ര നവീകരണങ്ങളോ മറ്റ് നടപടികളോ ഒന്നും പൂർത്തീകരിക്കുന്നില്ല. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നടപടികൾ പൂർത്തീകരിക്കാനുണ്ട്, നവീകരണങ്ങൾ നടക്കാനുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേക ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ ദിവ്യത്വവും ആത്മീയ ഊർജവും പുനരുജ്ജീവനം ചെയ്യുന്നതിനുള്ള ചടങ്ങുകളാണ് മഹാകുംഭാഭിഷേകത്തിലൂടെ നടക്കുന്നത്. ശാലിനിയിലേക്ക്. ശാലിനി, 7:40 ചടങ്ങുകൾ ആരംഭിച്ചു, 8:40 വരെ എന്ന ചടങ്ങുകൾ അവസാനിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നത്തെ പൂജാതി കർമ്മങ്ങൾക്ക് ഇതോടുകൂടി പര്യവസാനം വരികയാണോ? തുടർന്ന് എന്തെങ്കിലും വിശേഷാൽ പൂജകളോ ഉണ്ടാകുമോ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ? അതോടൊപ്പം ഭക്തജനങ്ങൾക്ക് ഇത് കഴിഞ്ഞ ഉടൻ തന്നെ പ്രവേശനം സാധ്യമാകുമോ? രോഹിണി, തീർച്ചയായും ഈ ഒരു ചടങ്ങ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മഹാകുംഭാഭിഷേകം അങ്ങനെ പൂർത്തിയാവുകയാണ്. 3 കുംഭങ്ങളിലും അഭിഷേകം നടത്തി, അതിൽ ആറാട്ട് നടത്തി, അല്ലെങ്കിൽ അതിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാക്കി ക്ഷേത്രാസ്ഥാനികൾ അടക്കമുള്ളവർ അല്പസമയത്തിനകം ഈ മേൽക്കൂരയ്ക്ക് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങും. അതിനുശേഷം ക്ഷേത്ര ശ്രീകോവിലിൽ വിശേഷാൽ പൂജകൾ നടക്കുന്നുണ്ട്. വിശേഷാൽ പൂജകൾക്ക് ശേഷം കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാ തവണയും ഈ ഒരു വിശേഷാൽ ചടങ്ങുകൾ നടക്കുമ്പോൾ വളരെ ചുരുക്കം സമയങ്ങളിൽ വെച്ച് ഇടവേള വെച്ചാണ് പൂജകൾ നടക്കുമ്പോൾ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള ദർശനം പൂർണ്ണമായും നിർത്തിവെക്കും. പിന്നീട് കഴിഞ്ഞതിന് ശേഷം മാത്രം സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നും ഈ ഒരു കുംഭാഭിഷേകം പൂർത്തീകരിച്ചതിന് ശേഷം വിശേഷാൽ പൂജ നടക്കുന്നുണ്ട്. വിശ്വക്സേന പ്രതിഷ്ഠ അടക്കം നടത്തിയ ശ്രീകോവിലിൽ ആ ഒരു ചടങ്ങ് പൂർത്തീകരിച്ചതിന് ശേഷമാണ് കിഴക്കേ നടവഴിയുള്ള ദർശനം അനുവദിക്കുക എന്നുള്ളതാണ് ക്ഷേത്ര ഭാരവാഹികളും ഭരണസമിതിയും ഒക്കെ അറിയിച്ചിട്ടുള്ളത്. നിശ്ചിത സമയം വെച്ചിട്ട് ആളുകളെ അകത്തേക്ക് കയറ്റും, ഭക്തരെ അകത്തേക്ക് കയറ്റി ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യും. എന്തായാലും കാത്തിരുന്ന ആ ഒരു പുണ്യ നിമിഷം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ മുഖ്യ കർമ്മികളെല്ലാം തന്നെ ക്ഷേത്ര ശ്രീകോവിലിൽ അതിൻ്റെ താഴികക്കുടങ്ങൾക്ക് സമീപത്തായി ഉണ്ട്. ദിവസങ്ങൾ നീണ്ട ചടങ്ങുകൾ, ദിവസങ്ങൾ നീണ്ട പൂജകൾ ഇതൊക്കെ പൂർത്തിയാക്കിയാണ് ഇന്ന് അതിൻ്റെ ചടങ്ങുകൾ അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്നത്. ജൂൺ 2 മുതലാണ് വിശേഷാൽപ്പെട്ട ചടങ്ങുകൾ ഈ ഒരു കുംഭാഭിഷേകവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചത്. ആദ്യം ശുദ്ധക്രിയകളൊക്കെ ആരംഭിച്ചു, പിന്നീട് കലശപൂജകൾ ആരംഭിച്ചു. കലശപൂജകൾക്ക് ശേഷമാണ് പിന്നീട് കുംഭാഭിഷേകം നടക്കുന്നത്. ആ കുംഭാഭിഷേകം ഇന്ന് പൂർത്തീകരിച്ച് നമ്മൾ കാണുന്നത് പോലെ തന്നെ 3 കുംഭങ്ങളിലും ആ ഒരു അഭിഷേകം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 8:40 വരെയാണ് ചടങ്ങുകൾ എന്നുള്ളതാണ്. പക്ഷേ ചെറിയ ചില വ്യത്യാസങ്ങൾ
ഈ സമയക്രമത്തിലുണ്ട്. അത് ഈ ചടങ്ങുകളുടെയൊക്കെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകളാണ്. അത് കൂട്ടലും കിഴിക്കലും ഒക്കെ ഉണ്ട്. ആ ഒരു കൂട്ടലും കുറയ്ക്കലും ഒക്കെ കഴിഞ്ഞ് ആ ഒരു ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി അങ്ങനെ ഈ ക്ഷേത്രസ്ഥാനികരെല്ലാം തന്നെ ക്ഷേത്രത്തിൻ്റെ മുഖ്യസ്ഥാനി ഒപ്പം തന്നെ മറ്റ് പൂജാരിമാർ അടക്കമുള്ളവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെ നാട് കാത്തിരുന്ന നൂറ്റാണ്ടുകൾ കാത്തിരുന്ന 275 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കുംഭാഭിഷേക ചടങ്ങുകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, അത് ഏകദേശം അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ക്ഷേത്ര ശ്രീകോവിലിലെ വിശേഷാൽപ്പെട്ട പൂജകൾ മാത്രമാണുള്ളത്. ആ പൂജകൾ കഴിഞ്ഞാൽ മാത്രമാണ് കിഴക്കേ നടവഴിയുള്ള ദർശനം. ശാലിനി, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേക ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. അതിന് ശേഷം പൂജാരിമാരും തന്ത്രിമാരും എല്ലാം അവർ താഴേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ക്ഷേത്രത്തിന്റെ ദിവ്യത്വവും ആത്മീയ ഊർജവും പുനരുജ്ജീവനം ചെയ്യുന്നതിനുള്ള ചടങ്ങുകളാണ് മഹാകുംഭാഭിഷേകത്തിലൂടെ നടന്നത്.